ആലപ്പുഴയിൽ നിന്ന് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ പണം ചോദിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റ സംഭവമായിരുന്നു ഇന്നലെ ശരണ്യ സ്നേഹജൻ റിപ്പോർട്ട് ചെയ്തത്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഇനിയും നിയമ നടപടി സ്വീകരിച്ചില്ല എന്നതാണ് ആ വാർത്തയിൽ ഇന്ന് ഞങ്ങൾക്ക് പുറത്തുവിടാനുള്ള വിവരം. പോലീസ് ഉപദ്രവത്തിന് തെളിവില്ല എന്ന വാദം ഉന്നയിച്ച് ഡിവൈഎസ്പി മർദ്ദനമേറ്റ മുകേഷിന് കിട്ടാനുള്ള മുഴുവൻ തുകയും CPO അനന്തകൃഷ്ണനിൽ നിന്ന് വാങ്ങി നൽകി. 4000 രൂപ മാത്രം നൽകുമെന്നതായിരുന്നു പോലീസ് സ്റ്റേഷനിലെ ആദ്യ നിബന്ധന. പോലീസ് മർദ്ദന പരാതി ഒഴിവാക്കാനാണ് മുഴുവൻ തുകയും വാങ്ങി നൽകിയതെന്നാണ് സൂചന. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലെ അനന്തകൃഷ്ണന്റെ ഒരു സ്വാധീനത്തെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ മുകേഷ് വളരെ വിശദമായി നമ്മളോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് മുകേഷ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പരാതിയും ഇതാണ്: ഡിവൈഎസ്പിക്ക് ഇങ്ങനെ ക്രൂരമായൊരു മർദ്ദനത്തിന്റെ കുറിച്ചുള്ള പരാതി നൽകിയിട്ടും അതിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ വിഷയം വിശദമായി അന്വേഷിക്കുമ്പോൾ ഇങ്ങനൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു മർദ്ദനമേറ്റു എന്ന പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് ഡിവൈഎസ്പിക്ക് നേരിട്ട് നൽകിയിട്ടും പരിഗണിക്കപ്പെടാത്തത്? ശ്രീജ, നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത് വൈക്കം ഡിവൈഎസ്പിക്ക് ഈ മുകേഷ് നൽകിയ പരാതിയാണ്. ഈ പരാതിയുടെ തുടക്കഘട്ടത്തിൽ തന്നെ പരാതിയുടെ ഏറ്റവും പ്രഥമ പരിഗണനയായി മുകേഷ് ചൂണ്ടിക്കാട്ടുന്നത് തനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തെ കുറിച്ചാണ്. ഏറ്റവും ഒടുവിൽ മാത്രമാണ് അയാൾ തനിക്ക് ലഭ്യമാകേണ്ട തുകയെ കുറിച്ച് പറയുന്നത്. പക്ഷെ ആദ്യം അദ്ദേഹം ആവശ്യപ്പെടുന്നത് താൻ ഏറ്റ മർദ്ദനത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്റ്റേഷനുണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി മുകേഷ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ ജൂലൈ 22 ഈ പരാതി നൽകിയിട്ട് ഇതുവരെ അന്വേഷണ സംഘം അതിനകത്ത് മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പരാതിയുടെ പകർപ്പുമായി വൈക്കം ഡിവൈഎസ്പി വിജയനെ സമീപിച്ചിരുന്നു. അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് നമുക്ക് തോന്നിയത്. അതായത് മുകേഷിനെ കണ്ടപ്പോൾ താൻ ഉപദേശിച്ചു വിട്ടിരുന്നു. അതായത് വസ്ത്രധാരണ രീതി അടക്കം ശരിയാക്കേണ്ടതായുണ്ട്. കണ്ടാൽ ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണെന്ന് മുകേഷിനെ കണ്ടാൽ പറയില്ല. അത്തരത്തിലുള്ള ഉപദേശങ്ങളാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടി, സാർ, ഇത് അയാളുടെ പരാതി എന്ന് പറഞ്ഞാൽ അയാൾ മർദ്ദിക്കപ്പെട്ടു എന്നുള്ള വിഷയമാണ്. അയാളുടെ വസ്ത്രധാരണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, അയാൾ മർദ്ദിക്കപ്പെട്ടു എന്നുള്ളൊരു വിഷയമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആദ്യ പരിഗണന എന്ന് പറയുന്നത് മുകേഷ് കിട്ടാനുള്ള പണം വാങ്ങി നൽകുക എന്നുള്ളത്. അത് വാങ്ങി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡിവൈഎസ്പി വിജയൻ നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ ആശുപത്രിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഡിവൈഎസ്പിയോട് പങ്കുവെക്കുന്നു. ആ പങ്കുവയ്ക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അത്തരം രേഖകളൊക്കെ പോലീസിന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അകത്തുനിന്നുള്ള ഫയൽ അദ്ദേഹം വെളുപ്പിക്കുകയായിരുന്നു. ആ ഫയൽ അകത്തേക്ക് വന്നപ്പോഴാണ് ഇതിന് ഏറ്റവും വലിയ കള്ളക്കളി പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഈ ജൂലൈയിൽ മർദ്ദനമേറ്റ ജൂലൈ 21 മർദ്ദനമേറ്റ മുകേഷ് അന്ന് തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി നെഞ്ചിൽ അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്കാണ് പോകുന്നത്. ആശുപത്രിയിൽ ഒറ്റയ്ക്ക് എത്തുകയും ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. വൂണ്ട് സർട്ടിഫിക്കറ്റും പോലീസിലേക്കുള്ള ഇന്റിമേഷനും പോയിട്ടുണ്ട്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചികിത്സയിൽ എന്താണ് കണ്ടെത്തിയെന്നുള്ള പ്രാഥമികമായ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും ആ ഫയലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ മുന്നിൽ വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. പരിശോധിക്കുന്ന ഘട്ടത്തിൽ ആ ഫയലിനകത്ത് വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഡിവൈഎസ്പി അവകാശപ്പെടുകയും നമ്മളുടെ മുമ്പിൽ വെച്ച് ഫയൽ എടുത്തുകൊണ്ട് വന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെ ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ടില്ല എന്ന് ഡിവൈഎസ്പിയോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത്രമാത്രം അഡ്ജസ്റ്റ്മെന്റ് ആ കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തത് ന്യൂസ് 18 വാർത്താ സംഘം എത്തിയതിന്റെ പിറ്റേ ദിവസം, അതായത് ഡിവൈഎസ്പി കണ്ടതിന്റെ പിറ്റേ ദിവസമാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് മർദ്ദനമേറ്റുവെന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുന്നത് പോലും അപ്പോഴാണ് എന്നുള്ളതാണ്. അതായത് തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4000 രൂപ തരും, വീഡിയോ നൽകി പൊയ്ക്കോണം എന്ന BCയുടെ സ്വരത്തിൽ ആണ് ലോക്കൽ പോലീസ്, അതായത് വൈക്കം പോലീസ് സ്റ്റേഷനിൽ തീരുമാനമുണ്ടായത്. എന്നാൽ ഈ 32,000 രൂപ കിട്ടാനുള്ള 32,000 രൂപയും വാങ്ങി നൽകിക്കൊണ്ട് അത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് നീങ്ങിയത്. പക്ഷെ മുകേഷ് പറയുന്നത് അതല്ല, ഇത് താൻ ജോലി ചെയ്തതിന്റെ പൈസയാണ് തനിക്ക് കിട്ടിയത്, മറിച്ച് താൻ പോലീസ് സ്റ്റേഷനിൽ നീതി തേടിയെത്തിയ തനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് ആ ചെറുപ്പക്കാരൻ ഉറച്ചു നിൽക്കുന്നത്. ശ്രീജ, സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് ഇന്നലെ വിശദമായ ഒരു ചർച്ച നിയമസഭയിൽ നടന്നിരുന്നു. കുന്നംകുളത്തെ അങ്ങനെ അതിക്രമം ചെയ്ത പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് അവിടെ ഇപ്പോഴും സത്യഗ്രഹ സമരം തുടരുകയാണ്. അതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റു എന്ന ഒരു പരാതി ഒരു ചെറുപ്പക്കാരൻ ഉന്നയിക്കുമ്പോൾ
ആ പരാതി ഒന്ന് വിശദമായി പരിഗണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്ന ആരോപണം കൂടി ഉയരുന്നത്. ഇതും സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.